ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊണ്ട് നടക്കുന്നു വെട്ടുക. സമയം പോയി, സ്കൂളിൽ പോകാൻ നേരമായി. ഞാൻ ഈ വിളിക്കാൻ വന്നതാണ്. രാവിലെ ഇറങ്ങി നിന്ന് ഇച്ചിരി വെട്ടിയിടട്ടെന്നും പറഞ്ഞ്. ഇന്നലെ എല്ലാം പനി, 2 ദിവസം പനിയായിരുന്നു. പനിയൊന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അതുകൊണ്ട് കാണാമല്ലേ വെട്ടുന്നത്. ഞാൻ മേലെ തുണ്ടി നിൽക്കുവന്നേ. ഈ ഇലകളൊക്കെ നിൽക്കുന്നതിൻ്റെ ഒരു ഇതുകൊണ്ട് കാണുന്നില്ല. കണ്ടോ, ഒന്ന് വെട്ടുന്നു. കണ്ടോ, അവിടെ അങ്ങാണ്ട് ഏണി കിടപ്പുണ്ടായിരുന്നല്ലോ മോനെ, കൊച്ചേണി അങ്ങാണ്ട്. കണ്ടോ, ഒന്ന് വെട്ടുന്നു മോനെ. മതി, സമയം പോയതാ. 8:15 അവൻ കറക്റ്റ് സമയത്ത് മാത്രമേ അജുമോനെ ഇറങ്ങി പോകത്തുള്ളൂ. അല്ല, നേരത്തെ കാലത്തെ ഒന്നും ഓടത്തില്ല. ഒരു സമയമുണ്ട്, 8:40 പറയുന്ന സമയമാകുമ്പം മേലെ കടയുടെ അവിടെ ചെല്ലണം. അങ്ങനെ ഒരു സമയം, ആ ഒരു സമയത്തേക്ക് പോകാനായിട്ട് മാത്രമേ പോകത്തുള്ളൂ. ചാടി വന്ന് കുളിച്ച് തുണി എടുത്തിട്ട് എല്ലാം ഒന്ന് തിന്നന്ന് വരുത്തിയിട്ട് ഓടുന്ന ഒരു പരിപാടി അജുമോനുള്ളതെന്നും. ഉണ്ട്, മതിയേക്കളെ, ഇനിയും വാ. അപ്പം ഞാൻ അന്നേരം ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്, വിളിക്കാൻ വന്നതാണ്. അവിടെ ഒന്ന് ഒരു പ്രാവശ്യം വിളിച്ചപ്പം ഇച്ചിരി കൂടെ വെട്ടത്തെന്ന് പറഞ്ഞ് ഒരു മരവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് സമയം അങ്ങ് പോയി. എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. അജു വന്ന് കയറിയിരുന്ന് എനിക്ക് പൊതി കെട്ടിയാൽ മതി. പിന്നെ ചൂട് ചോറാണ് ഇഷ്ടം, അതുകൊണ്ട് മീൻ വറുത്തു. ഇന്നലെ മീൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു, മത്തി. അപ്പം അത് വറുത്തിട്ടുണ്ട്. വൈകിട്ട് കൊണ്ടുവന്നപ്പം വയ്യാത്തതുകൊണ്ട് കുഞ്ഞ് വറക്കാനൊന്നും നിന്നില്ല. ഞാൻ അന്നേരം അങ്ങ് വറുത്ത് കൊടുത്തു. അല്ലെങ്കിൽ വന്ന ഉടനെ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങ് വറക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ വറുത്തപ്പോൾ രണ്ടോ എണ്ണോ കൊണ്ട്, അല്ലെങ്കിൽ 3-4 എണ്ണമൊക്കെ അങ്ങ് തിന്നും. 2 എണ്ണമേ തിന്നുള്ളൂ. അതൊക്കെ ഭയങ്കര ചൂടോട് ഭയങ്കര ഇഷ്ടമാണ്. 3-4-5 എണ്ണമൊക്കെ അങ്ങ് തിന്നുന്നത്. ചോറിനേക്കായാലും കൂടുതൽ മീനാണ് അജുവിന് ഇഷ്ടം. അപ്പം അജുമോന് കുളിക്കാനുള്ള വെള്ളമെല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. പിന്നെ മീൻ വറുത്ത് കണ്ട് വെച്ചേക്കുന്നു. വറുത്ത് വെച്ചേക്കുന്ന കറുത്തിരിക്കുന്ന പോലെ തോന്നുന്നു, വെട്ടത്തിൻ്റെ ഇതുകൊണ്ട്. പിന്നെ ചമ്മന്തി, ചോറ് കണ്ടിരിക്കുന്നു, ചോറിരിക്കുന്നു, ചമ്മന്തി ഇവിടെ എടുത്ത് വെച്ചേക്കുന്നു. എല്ലാം അത്രയേ ഉള്ളൂ. പിന്നെ ഒരു അച്ചാർ കഷ്ണവും കൂടെ ഉണ്ട്. വെട്ടി കഴിഞ്ഞിട്ട് വന്നു, കയറി പോകുന്നുണ്ട്. ബക്കറ്റ് എടുക്കാൻ പോവുക. എളുപ്പം ബക്കറ്റ് എടുത്തുകൊണ്ട് വാക്കളെ. 8:20 ഇനി 20 മിനിറ്റേ മൊത്തത്തിലുള്ളൂ. തീറ്റയും കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടങ്ങ് കുളി എല്ലാം കഴിഞ്ഞങ്ങ് മേലിൽ കയറി ചെല്ലാൻ അത്രയേ ഉള്ളൂ. കുളിമുറിയിലോട്ട് പോയേക്കുക. ഞാൻ ബക്കറ്റും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. വെള്ളം ഇവിടെ എടുത്ത് വെച്ചേക്കുക. ഇനി വെള്ളം ഒന്ന് എടുത്ത് ഒഴിക്കണം. ബാ. രാവിലെ അജുവിനെ കാണുമ്പോഴേ എല്ലാവർക്കും ഒരു സന്തോഷമുള്ളത്, എനിക്കും. അപ്പം വെള്ളം ഇരിക്കുന്നേ, വെള്ളം ഒന്ന് എടുത്ത് ഒഴിക്കട്ടെ ബക്കറ്റിലോട്ട്. അപ്പം അജുവിന് കുളിക്കാനുള്ള വെള്ളം കൊണ്ട് എടുത്ത് വെച്ചു. അജുമോൻ അങ്ങേ മുറിയിലോട്ട് പോയി. ഇതുവരെ ടൈം ടേബിൾ പറക്കി വെച്ചില്ലെന്നും പറഞ്ഞ് പോയേക്കുക. പറക്കി വെക്കാൻ എന്നോട് വെള്ളമൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് ടൈം ടേബിൾ പറക്കിക്കൊണ്ട് നിൽക്കുന്ന അജു വേണ്ട, ഇന്ന് ടൈം ടേബിളൊക്കെ പറക്കുന്നു. വേണ്ട, ടൈം ടേബിൾ എളുപ്പമാട്ടെ. ഞാനിനി പോയി ചോറ് വിളമ്പി വെക്കട്ടെ. ആ, ഞാനിനി പോയി ചോറ് വിളമ്പി വെക്കട്ടെ. സ്കൂളിൽ പൊതിച്ചോറ് കൊണ്ടുപോകുമ്പോൾ നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ കിട്ടാതെ വരും. അത് ആൺകുഞ്ഞുങ്ങളാവുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം ഇങ്ങനെ അങ്ങോട്ട് വിളമ്പുക. കണ്ടോ, ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കുക. 1 സ്പൂണ് ചോറും കൂടെ വിളമ്പി അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇടുക. ചമ്മന്തി വെച്ച് കൊടുക്കാം. രണ്ട് മീൻ വെച്ച് കൊടുക്കാം. പിന്നെ കടിക്കാൻ ഒരു ലവലോലിക്കയുടെ 1-2 എണ്ണം വെച്ച് കൊടുക്കാം. അജുമോനെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് ലവലോലിക്ക അച്ചാർ. 2 കവറിലിരിക്കുന്നുണ്ട്.
ഇങ്ങനെയും ചോറുകൾ കൊണ്ടുപോകുമ്പോൾ മീനൊക്കെ കിട്ടാതിരുന്നിട്ടുള്ള നമ്മൾ ഇങ്ങനെ ചോറൊക്കെ കൊണ്ടുപോകുമ്പം മീനൊക്കെ കിട്ടാതിരുന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അജിമോൻ പോകുന്നൊന്നും വീഡിയോ എടുക്കാൻ ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ലായിരുന്നു. അവന് ഭയങ്കര ധൃതിയാണ്. ഞാൻ എല്ലായിടത്തും ചോറിച്ചിരി വാരി കൊടുക്കുകയാണ് ചെയ്തത്. സമയം പോയി. 7:40 മേളിൽ ചെല്ലുന്നത്. ഇപ്പോൾ 7:40 കഴിഞ്ഞ് 7:41 8:40 അവിടെ പോന്നു. കുട എടുത്തായിരുന്നോ? ഇല്ല, നല്ല മഴയാണ് വൈകിട്ട്. കുട സഞ്ചിയിലായിരിക്കുന്നത്, കുടയൊന്നും എടുത്തിട്ടില്ല. പപ്പടം കൊണ്ടുവന്ന സഞ്ചിക്കകത്താണ് കുട വെച്ചേക്കുന്നത്. കുട എടുത്തതായിട്ട് എനിക്കൊരിതുമില്ല, എടുത്തില്ലെന്നാണ് തോന്നുന്നത്. പോവുക. അപ്പം ഞാനും ചിക്കു ഇനി അച്ചാച്ചനും ഒക്കെ ഇനി ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ അതൊക്കെ ഓരോന്ന് ചെയ്യാം. ഇന്നത്തെ കാലാവസ്ഥ വലിയ, എന്നാലും വെയിലൊന്നുമില്ല കേട്ടോ, വെയിലൊന്നുമില്ല. രാവിലെ നല്ല തണുപ്പായിരുന്നു. അജിമോൻ പറഞ്ഞൊന്ന് വെട്ടിയിടാമെന്ന്. ഞാനിനിയും ഒന്ന് കാലാവസ്ഥയൊക്കെ വലിയ ഇതായിട്ട് വരുന്നത്, ഇനിയും മഴയൊക്കെ ആയിട്ട് വരുമോ അതോ ഇനി നല്ല കാലാവസ്ഥയായിട്ട് വരുമോ എന്നറിയത്തില്ല. ഇന്നലെ ഒന്നും ചെയ്തില്ലായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തുണിയൊന്നും കഴുകിയിട്ടില്ലായിരുന്നു ഈ കാലാവസ്ഥ ആയതുകൊണ്ട്. ഇനി ഒന്നാമത് ഈ മൂടിക്കെട്ടിയ കാലാവസ്ഥ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങ് അസുഖം അപ്പോഴത്തേനങ്ങ് കൂടും. അതുകൊണ്ട് രാവിലെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാതെ അങ്ങനെ അങ്ങ് ഇരിക്കുമായിരുന്നു. മെഞ്ഞാന്ന് വെച്ച കറി ഉണ്ടായിരുന്നു വൈകുന്നേരം വരെ. വൈകിട്ടായപ്പോഴത്തേക്ക് പിന്നെ അജിമോൻ പോയിട്ട് മത്തി മേടിച്ചുകൊണ്ട് വന്ന്. അവർ രാത്രിയിലാണ് കൊണ്ടുവരുന്നതല്ലേ, അവൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയും. അന്നേരം ഞങ്ങളത് കുറച്ച് വറുത്തു. അച്ചാച്ചനാണെങ്കിൽ തെരണ്ടി വറുത്തതും തെരണ്ടിക്കറിയും കൂട്ടിയിട്ട് രാത്രി ചോറ് കൊടുത്തായിരുന്നു. അജിമോനുള്ളതും ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് എന്നാലും അജിമോന് ഈ മീനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, മത്തിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ അവനൊന്ന് വറുത്ത് കഴിക്കണം. അപ്പം ഞാനത് ഇച്ചിരി ഒരു 5-8 എണ്ണം എടുത്ത് വറുത്തു. ഇപ്പോഴും ഒരു 7-8 എണ്ണം, വലിയ വലിപ്പമില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ലാത്തത് അതെടുത്ത് ഞാൻ വറുത്ത്. ഇന്നും ഒരു 6-7 എണ്ണം, 7-8-9 വറുത്തു. അജിമോൻ അത് ഇച്ചിരി ഉള്ളല്ലോ, ഒന്ന് ഞുള്ളി കൂട്ടാനൊക്കെ കാണത്തുള്ളൂ. അത് ഞാൻ അവനും കൊടുത്തു. 7-8 എണ്ണം, 5-6 എണ്ണം എടുത്ത് പാത്രത്തിൽ 4-5 ഒക്കെ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പിടിച്ചും പറിച്ചും ആൺപിള്ളേരെ ചിലപ്പോൾ ഇവരൊന്നും കിട്ടത്തില്ലായിരിക്കും. ചോറ് പോലും ചിലപ്പോൾ കിട്ടാതെ വരും. ചോറും കൂടെ ചില സമയത്ത് എടുത്തോണ്ട് പോട്ടെ എന്നൊക്കെ ചോദിക്കും. എടുത്തോടെ അധികം എടുത്ത് അതുകൂടെ അങ്ങ് കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ ചില പിള്ളേരെ അതുകൂടെ എടുത്തോണ്ട് അങ്ങ് പോവും. കറിയെല്ലാം വാരി കഴിഞ്ഞ് കഴിയുമ്പം ചമ്മന്തി മാത്രം ചിലപ്പം കാണും, ചമ്മന്തിയും ചിലപ്പം കാണത്തില്ല. അന്നേരം എന്നാൽ നീ ഇതുകൂടെ അങ്ങ് വാരിക്കൊണ്ട് വയ്ക്കുമോ എന്ന് പറയും. അവരെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് നേരത്തെ എൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടുകാരൊക്കെ ആയിരുന്നു അവന് എല്ലാം കഴിക്കാനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പേരയ്ക്ക ഇവിടെ ഉണ്ടായി നിൽക്കുന്നത്, ഒരെണ്ണം. പക്ഷേ ഇത് വെട്ടി ദൂരെ കളയണം, ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല. ആ വലിയ പേരയ്ക്ക ചുവപ്പ് കളറായിരുന്നു. ആദ്യം ഉണ്ടായി, ആദ്യം അത് ഞാൻ വെട്ടാൻ തുടങ്ങിയപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പം അത് ഉണ്ടാവാതെ നിൽക്കുന്നു. അത് മാത്രമല്ല ഉണ്ടാകുന്നതെല്ലാം ഇതുപോലെ കുത്തും പുള്ളിയൊക്കെ വീഴുന്ന പോലെ ഒരുമാതിരി ഇതായിട്ട് വീഴുന്നു ഉണ്ടാവുന്നത്. അതുകൊണ്ട് അത് വെട്ടിയെടുത്ത് ദൂരെ കളയുക. ഇങ്ങോട്ടിങ്ങ് വന്ന് നിൽക്കുമ്പോൾ, അതുകൊണ്ട് അതിലൊരു അയ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ വണ്ടിയൊക്കെ വരാൻ വലിയ പാടാണ്. അജു സമ്മതിക്കത്തില്ല വെട്ടാൻ. അവൻ നട്ടതായത് ഇതിനകം ചുമപ്പ് കളറാണ്, ഈ പേരയ്ക്കകത്ത് ചുമപ്പ് കളറ്. അപ്പോൾ അതുകൊണ്ട് അജു സമ്മതിക്കാതിരിക്കുന്നത്. നമുക്ക് ഈ പ്രാവശ്യം ഇപ്പം അച്ചാച്ചനായിരുന്നു വാഴയും അതും ഇതുമൊക്കെ നടുന്നത്. ഈ അപ്പുറത്തോട്ടൊരു കൂന വാഴയുണ്ടായിരുന്നു. അത് എല്ലാം അജു വെട്ടിപ്പറിച്ച് കളഞ്ഞിട്ട് ഒരു മൂട് അജുമോൻ ഇവിടെ നട്ടതായിരുന്നു. ഒരു വാഴക്കൊല ഉണ്ടായിട്ടുണ്ട്. 1-2 വാഴ അജു മാറ്റി നട്ടായിരുന്നു. ബാക്കിയെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞായിരുന്നു. ഇതാണ് ഇന്ന് നമുക്ക് ആ ഒരു വാഴയേ ഉള്ളൂ. വേറെ എങ്ങോട്ടും അച്ചാച്ചനാകുമ്പോഴാണെങ്കിൽ ഇതിൽ നിൽക്കുന്ന വലിയ വാഴകൾ പോലും അച്ചാച്ചൻ അത് പിരിച്ച് അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഇല പോലും വെട്ടിക്കളയാതെ അങ്ങനെ തന്നെ എടുത്ത് വലിയ കുഴി എടുത്തിട്ടിട്ട് അങ്ങനെ തന്നെ ചുമ്മി തോളയിലോട്ട് വെച്ചെടുത്ത് കൊണ്ടുപോയിട്ട് അച്ചാച്ചനങ്ങ് കുഴിയിലോട്ട് ഇറക്കി അങ്ങ് വെക്കുമായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ വാഴയുണ്ടായിരുന്നു. ഞാലിപ്പൂവനും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാലിപ്പൂവനല്ല, ചാമ്പപ്പൂവൻ എന്ന് പറയുന്ന വാഴ നമ്മൾ ആദ്യം താമസിച്ചിടത്തു നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ നമുക്ക് തിന്നായിരുന്നു. ഒരു മുട്ടിൽ തന്നെ ഒരു 5-6 എണ്ണം നിൽക്കും. വലിയ കൊലയാണ്, നല്ല രുചിയാണ് അതിന്.
പിന്നെ ചാരപ്പൂവൻ, ചാമ്പപ്പൂവൻ എന്നൊക്കെ പറയും. അപ്പം ഞാനൊരു ഇച്ചിരി മീൻ വറക്കാനും മീൻകറി വെക്കാനും ഒക്കെ ആയിട്ട് തുടങ്ങുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 2ാം സ്ഥാനം വന്നേക്കുന്നത് നമ്മുടെ വിജേഷ് എന്ന് പറയുന്ന മോന, നമ്മുടെ കണ്ണൂരുള്ള മോൻ KL ബ്രോ വിജേഷ് മോന്. പിന്നെ അതുപോലെ 3ാം സ്ഥാനം വന്നേക്കുന്നത് നമ്മുടെ ആശമോളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജൊക്കെ അയച്ചത് 3ാം സ്ഥാനം നമ്മുടെ ആശമോളാണ് വന്നേക്കുന്നത് കേട്ടോ. 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഈ യൂട്യൂബിനകത്തൂടെ ഏറ്റവും കൂടുതൽ മെസ്സേജൊക്കെ അയച്ചത് ആരാന്നുള്ളത് ആദ്യം നമുക്ക് നമ്മുടെ ഓമന ചേച്ചിയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ KL ബ്രോ മോന, പിന്നെ അതുപോലെ 3ാം സ്ഥാനം നമ്മുടെ ആശമോളാണ് വന്നേക്കുന്നത് കേട്ടോ. താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻ്റ് അയക്കണം മറക്കരുത്. താങ്ക് യു.